ഹലോ, നമുക്ക് അഗ്നിപരീക്ഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 കണ്ടസ്റ്റൻസ് വെച്ചിട്ടാണ്. ഒരുപാട് ഹോപ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകാം എപ്പിസോഡ്. 12 കണ്ടസ്റ്റൻസിനും ഇനി മുതൽ നമ്മുടെ വോട്ടിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി എലിമിനേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 7 വോട്ട് ചെയ്ത വോട്ടർമാർ ഒരു സൈഡിലും വിന്നർ വേറെ സൈഡിലുമായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ട് തുലാസിൽ കിടന്ന് ആടുന്ന ഒരു സംഭവമാണ്. വോട്ടർമാരെ ഒട്ടും വിലപിക്കാത്ത ഒരു ബിഗ് ബോസാണ് ഏഷ്യാനെറ്റ് നടക്കുന്നത്. മറ്റുള്ള ലാംഗ്വേജിലുള്ള ബിഗ് ബോസ് എന്ന് പറയുന്നത് വോട്ടർമാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 80% വില കൽപ്പിക്കുന്നുണ്ട്. അവരുടെ അജണ്ട 20% നടപ്പാക്കുന്നുണ്ടെങ്കിലും ബാക്കി 80% പ്രേക്ഷകരെ അവർ മാനിക്കുന്നുണ്ട്, പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏണിങ്സ് മാത്രമേ ഏഷ്യാനെറ്റ് പ്രതീക്ഷിക്കുന്നുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ 0. ഇന്നത്തെ എപ്പിസോഡിൽ ആക്ച്വലി കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. ചുമ്മാ ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ട് 2 ഇമോജീസ് വെച്ചിട്ടുണ്ട്. ഈ ഇമോജി ഐഡിയ എവിടുന്ന് ChatGPT പറഞ്ഞു കൊടുത്താന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇമോജി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ എപ്പിസോഡിലും ഇതേ ഇമോജി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വ്യത്യാസം പറഞ്ഞാൽ ഒന്ന് കിസ്സും ഒന്ന് പ്യൂക്കും. പ്യൂക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ വോമിറ്റിങ്ങിൻ്റെ ഇമോജി ഇല്ലേ, അതാണ് ഒന്ന് കിസ്സും ഒന്ന് പ്യൂക്കുമാണ്. ഇതിൽ പേര് വിളിക്കുന്ന ആൾക്കാർ വന്നിട്ട് 2 ഇമോജി എടുക്കുക, ഒരു കിസ്സും ഒരു പ്യൂക്കും എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക. ആർക്കാണോ ഇഷ്ടം അവർക്ക് കിസ്സ് കൊടുക്കാം, കിസ് ഇമോജി കൊടുക്കാം. ആരെയാണോ ഇഷ്ടമല്ലാത്തത് അവർക്ക് പ്യൂക്ക് എന്ന് പറഞ്ഞിട്ട് ഇമോജീസ് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് വിളിച്ചത് പൂജനാണ്. പൂജ വന്നിട്ട് 2 ഇമോജീസ് എടുത്തു. അതിൽ പ്യൂക്കി കൊടുത്തത് നമ്മുടെ ശ്യാമിനാണ്. എന്നിട്ട് പറഞ്ഞത് ശ്യാം ഇവിടെ ഭയങ്കര ഫേക്കാണ്. ഫസ്റ്റ് മണിച്ചിത്രത്താഴിൻ്റെ ലോക്ക് ടാസ്ക് മുതൽ ശ്യാമിനെ നോട്ട് വെച്ചേക്കുവാണെന്ന്. ശ്യാം അതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ ആന തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം ഇട്ട് കൊടുത്തു. ഇതിൻ്റെ പിന്നിൽ സൂര്യണ്ട് പറയാതെ. അതിനുശേഷം കിസ് കൊടുത്തത് നമ്മുടെ ഷബീനാണ്, മറ്റേ ബ്ലാക്ക് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന കുട്ടിക്കാണ് കൊടുത്തത്. ആ കുട്ടി ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര എനർജിയാണ്, എല്ലാം ഭയങ്കര സ്ട്രാറ്റജിയോടെ കളിക്കുന്നു. പുള്ളിക്കാരത്തി ഭയങ്കര പവർഫുൾ ആണെന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് ചോദിക്കുന്നുണ്ട്, അപ്പം അവളാണ് പവർഫുൾ എന്ന്. അതിപ്പം 2 പേരും പവർഫുള്ളാണ്. ഈ പൂജ ഞാൻ കഴിഞ്ഞ മുന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജ ഒരു സാധാരണ വീട്ടമ്മയാണ്, അതല്ല സമയം. അതിലുപരി പൂജയ്ക്ക് ഒരു സ്റ്റേജ് ഫിയർ, എന്നെ പോലെ തന്നെ ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരത്തി അങ്ങനെ സംസാരിച്ച് നിൽക്കാനുള്ള പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ആരെങ്കിലും കുറച്ച് പേര് ചെയ്യുന്നൊരു കാര്യം പുള്ളിക്കാരത്തി ചെയ്യുന്നതായിട്ട് കൊണ്ടുവരിക, അവതരിപ്പിക്കുക, ഇത് മാത്രമേ പുള്ളിക്കാരത്തിക്കുള്ളൂ. അങ്ങനെ കുറേ പേര് കുറേ ആളെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഇന്നാളെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് ശ്യാമിനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ശ്യാമിനോട് കിസ്സും പ്യൂക്കി എടുക്കാൻ പറഞ്ഞു. അതിൽ ശ്യാം കിസ് എടുത്തിട്ട് പൂജയ്ക്ക് തന്നെ കൊടുത്ത്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പൂജ പ്യൂക്കി കൊടുത്ത് ശ്യാമിന്, പക്ഷേ ശ്യാം കിസ് കൊടുത്ത്. അപ്പോൾ തന്നെ പുള്ളിക്കാരത്തിൻ്റെ നിലപാട് മാറി. ശ്യാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അയ്യോ ശ്യാമ, ഞാൻ ഇത്രത്തോളം നിന്നെ പ്രതീക്ഷിച്ചില്ല, നീ ഇത്രത്തോളം പാവമായിരുന്നു. ഡബിൾ സ്റ്റാൻഡ് എന്നല്ല, സ്റ്റാൻഡായിരുന്നു. അടുത്തത് ഷിജിനോടാണ്. ഷിജിനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഷിജിൻ കിസ് കൊടുത്തത് രാകേഷിനാണ്. എല്ലാവർക്കും വേണ്ടി കളിക്കും, നല്ലൊരു മനുഷ്യനാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പുകഴ്ത്തി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് കിസ് കൊടുത്തത്. അപ്പോൾ പിന്നെ അവരുടെ പോലെ ഫേവറേറ്റ് ആൾക്കാരുണ്ടാവുമല്ലോ. എന്നിട്ട് പ്യൂ കൊടുത്ത തശിക്കാണ്. തശി സ്വന്തം കാര്യത്തിന് വേണ്ടി എല്ലാവരും ചതിക്കും. എല്ലാവരുടെയും കൂടെ നിന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഗെയിം വരുമ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ കാല് വാരിയിട്ട് പുള്ളിക്കാരൻ ചതിക്കുമെന്നാണ് പറയുന്നത്, ഒറ്റി കൊടുക്കുമെന്ന് പറയുന്നത്. തശിയുടെ മുഖം കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ മുന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തശിയെ കണ്ടിട്ട് ആ കഥ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഈ ആള് ഇച്ചിരി ഫോക്കസ് ആണെന്ന്. അടുത്തത് രാകേഷാണ്. രാകേഷ് കിസ് കൊടുത്തത് ലൊലിറ്റയ്ക്കാണ്. ലൊലിറ്റ ഭയങ്കര സ്വീറ്റിയാണ്, എൻ്റെ പെങ്ങൾ വെച്ചാണ്, മറ്റേതാണ് ആനാതെ. ഈ ലൊലിറ്റ ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര ക്യൂട്ട്നെസ് വിതറി ആൾക്കാരെ കയ്യിലെടുക്കാൻ മേടിക്കുക കേട്ടോ. ഈ കുറഞ്ഞ 2-3 എപ്പിസോഡ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക. അത് പുള്ളിക്കാരത്തി ഗെയിം കളിച്ചോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, കുറേ ആൾക്കാരുടെ ഒരു സ്നേഹം പിടിച്ചു പറ്റുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം ഈ പുള്ളിക്കാർ തെറ്റ് ചെയ്താലും ആൾക്കാർ പറയും അയ്യോ നല്ലൊരു കുട്ടിയാണ്. അങ്ങനെ ഒരു സെറ്റപ്പ്, അങ്ങനെ ഒരു കാറ്റഗറി പെടുത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ വിജയിച്ചാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസിനകത്ത് പോയി കഴിയുമ്പം അത് എത്രത്തോളം വിജയിക്കുന്നുള്ളത് നമുക്ക് കാണണം. പിന്നെ പി യു കൊടുത്തത് അഫിയാൻസയ്ക്കാണ്. അഫിയാൻസ ഫസ്റ്റ് ഡേ വന്ന ഒരു ഡയലോഗ് പറഞ്ഞ സ്റ്റോറി പറഞ്ഞ സമയത്ത് കൊച്ചിക്കാർ മച്ചന്മാരെല്ലാം സ്റ്റഫാണെന്ന്, അതിനെ ബേസ് ചെയ്താണ് കൊടുത്തത്. അപ്പോൾ കൊച്ചിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിക്കാരെല്ലാം അങ്ങനെ അല്ല മച്ചാനെ, നമ്മളും കൊച്ചിക്കാരനാണ്. അഫിയാൻസയ്ക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ കൂടുതൽ കൊച്ചി നമുക്കറിയാം. അഫിയാൻസ അവിടെ തന്നെ നിലപാട് മാറ്റി ഞാൻ കൊച്ചിക്കാരെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊച്ചിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് കാണാൻ റെക്കോർഡിംഗ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്. അപ്പോൾ കൊച്ചിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടാകും തോന്നുന്നത്. ഇനി അതുകൊണ്ട് മാത്രമാണ് അഫിയാൻസയ്ക്ക് കൊടുത്തത്. ഈ രാകേഷ്, അഫിയാൻസ, ലോലിറ്റ, സബീന, ഈ പിന്നെ ഒരാളുണ്ട് ഷാമോന്, ഷിജുലാൽ, അവരുടെ വേറെ കാറ്റഗറിയാണ്. ബാക്കി ഈ 4 പേര്, ആദ്യം പറഞ്ഞ 4 പേര് ഒരേ കാറ്റഗറിയാണ്. ഇവർ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ. രാകേഷ് ഇച്ചിരി ആക്റ്റീവാണ്, എന്നിരുന്നാലും ബാക്കി പറഞ്ഞ അഫിയാൻസ ഒരു കാര്യം അവിടെ ചെയ്തിട്ടില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒരു ടാസ്കിലും പാർട്ടിസിപ്പേറ്റ് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് വളവള സംസാരിച്ച ആൾക്കാരെ കയ്യിലെടുക്കുക മാത്രമേ ഉള്ളൂ. ലൊലിറ്റ കുറച്ച് ചിരി വാരി വിതറി, ക്യൂട്ട്നെസ് വിതറി മുന്നോട്ട് പോകുക മാത്രമേ ഉള്ളൂ. അതിനുശേഷം സബീനയും കുറച്ച് ഓവർ സ്മാർട്ടും ക്യൂട്ട്നെസ്സും വിതറി മുന്നോട്ട് പോവുക എന്ന് മാത്രമേ പുള്ളിക്കാരത്തിക്ക് ലക്ഷ്യമുള്ളൂ. കണ്ണൂരുകാരിയായ പുള്ളിക്കാരത്തിക്ക് മലയാളം പറയാൻ അറിയത്തേയില്ല.
എൻ്റെ ചെയ്യാൻ പറ്റുമോ നമുക്ക്, ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് നേരം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മലയാളം പറയാൻ അറിയത്തില്ലെങ്കിൽ പുള്ളിക്കാരത്തി ആ കുട്ടീനെ പിടിച്ച് ഔട്ടാക്കി വിടുക. കാരണം കഴിഞ്ഞ ദിവസം അമൃതേനെ ഔട്ടാക്കിയത് അതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞ ഇതാണ്. പിന്നെ അമൃത അതിനെ കണ്ടിച്ചപ്പോഴാണ് എഞ്ചിനീയേഴ്സ് നിലപാട് മാറ്റി പറഞ്ഞത്. അങ്ങനെ മാത്രമല്ല, ഞങ്ങൾ വേറെ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ശരിയായ നടപടിയല്ല. റൂൾസ് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഓരോ റൂൾസ് നോക്കണം. അടുത്ത അഫിയാൻസോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അഫിയാൻസ് കിസ് കൊടുത്തത് ഷിബിനയ്ക്കാണ്. പ്യൂക്ക് കൊടുത്തത് ഷിജിനാണ്. കിസ് ഷിബിനയ്ക്ക് കൊടുക്കാൻ കാരണം പുള്ളി ഒരു പോയിന്റ് സ്ട്രാറ്റജി ഉള്ള ആളാണ്, പുള്ളി ക്യൂട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവരൊരു ഗ്രൂപ്പ് ചേർന്നിട്ടുണ്ട്, ഒരു ഗ്രൂപ്പീസും ആക്കിയിട്ടുണ്ട് ഈ കുറച്ച് ആൾക്കാർ ഇവിടെ. ഇപ്പം തന്നെ ഈ 4 ദിവസം എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരൊരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പായ ആൾക്കാർ അകത്ത് പോയാലും വാഴകളെ പോലെ അവിടെ ഗ്രൂപ്പായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. ഒന്നും നടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ പേരുകൾ തന്നെയാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവരൊരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ലത് വരുമ്പോൾ നല്ലത് കൊടുക്കും, ചീത്ത വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ആ ഗ്രൂപ്പിൽ ചേരാത്ത ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കും. പിയു കൊടുത്തത് ഷിജിനാണ്. ഷിജിൻ ഭയങ്കര ഫേക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഷിജിനെ അല്ലാതെ കളിക്കാൻ അറിയത്തില്ല അങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ, അത് നമ്മൾ അംഗീകരിക്കുന്നു. അടുത്ത ഷിബിനെ വന്നിട്ട് എന്താ കിസ് കൊടുത്തത് എൽദോയ്ക്കാണ്. എൽദോയ്ക്ക് അങ്ങനെ ആദ്യമായിട്ടൊരു കിസ് ഇമോജിട്ടുണ്ട്. എൽദോ മച്ചാൻ പൊളിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് പിന്നെ പിയു കൊടുത്തത് ശ്യാമിനാണ്. ശ്യാം വെരി ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ്, ഡിസ്കസ്റ്റിംഗ് കണ്ടസ്റ്റൻറ്റ്, അൾട്രാ ഡിസ്കസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് ശ്യാമിന് കൊടുത്തത്. എന്താ പറയുക, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാമല്ലോ, പിന്നെ ഓവർ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. മലയാളം ബിഗ് ബോസിൻ്റെ റൂൾസേ മലയാളം സംസാരിക്കണമെന്നാണ്. അതിനൊന്നും ജഡ്ജസ് എന്ന് പറയല്ല. ഈ ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാർ എന്ത് പറഞ്ഞാലും ജഡ്ജസ്മാർ പഴം പിഴിങ്ങളെ പോലെ നോക്കിയിരിക്കുക ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇവരുടെ ഗ്യാങ്ങിൽപ്പെടാത്ത ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ജഡ്ജസ് അതിനെ വിലക്കുന്നു, അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവരുടെ ഗ്യാങ് എന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാരണം ഈ രഞ്ജിനി ഹരിദാസ്, എന്താ നമ്മുടെ റിയാസ്, അഖിൽമാരെ പഴം പിഴിങ്ങി അവൻ്റെ ഗ്യാങ് വരും നമുക്കറിയത്തില്ല. ഓക്കെ, രഞ്ജിനി ഹരിദാസും ഈ നമ്മുടെ റിയാസിൻ്റെയും ഗ്യാങ്ങിൽ വരുന്ന ആൾക്കാരാണ് ഇവർക്ക് മിക്കവാറും മുന്നേ അറിയാവുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വരെ ഇൻഫ്ലുവൻസ് വന്ന ആൾക്കാരായിരിക്കും. കാരണം ഇങ്ങനത്തെ ഈ ഒരു ടീം വരുമ്പോൾ മാത്രമേ ഇവർ പഴം വിഴിങ്ങളെപ്പോലെ നോക്കൂത്തിയിരിക്കുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അടുത്ത ലൊലിറ്റയാണ് വന്നത്. ലൊലിറ്റ കീസ് കൊടുത്തത് ഷിജുലാലിനാണ്. ഷിജുലാൽ ഭയങ്കര എൻ്റർടൈനറാണ്, ആനയാണ് തേങ്ങ എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അതിലൂടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല. ഷിജിലാൽ ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടില്ല. ഒരേ ഒരു ടാസ്കിൽ മാത്രം ഷിജിലാൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഫിനിറ്റി പറ്റ വാങ്ങിയിട്ടുണ്ട്. അതിലല്ലാതെ വേറെ എങ്ങനെ എൻ്റർടൈൻമെൻറ്റായിട്ട് ഏഷ്യാൻ്റെ എന്നെ കാണിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്ന് വരെ ഷിജുവിനെ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. കാരണം അങ്ങനെ കാണിക്കാത്തതാണ് പറയുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല നമ്മൾ പറയുന്നത്, റിവ്യൂ അല്ലേ പറയുന്നത്, അല്ല റോസ്റ്റിംഗ് അല്ലല്ലോ. അടുത്തത് ഷിജിനാണ്. പിന്നെ ലൊലിറ്റ ഷിജിനാണ് പ്യൂക്ക് കൊടുത്തത്. ഷിജിന് എത്തിക്സ് ഇല്ല, ഫെയർ അല്ല, ഫേക്ക് ആണ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യം. പിന്നെ എത്തിക്സോടെ കളിക്കുന്ന ഒരാളാണല്ലോ ലൊലിറ്റ, ഭയങ്കര എത്തിക്സ് ആണല്ലോ. അടുത്ത ഷിജിലാലാണ്. കിസ് എമോജി കൊടുത്തത് ലൊലിറ്റയ്ക്കാണ്. ലൊലിറ്റ ഷിജിലാലിന് കൊടുക്കുന്നു, ഷിജിലാൽ ലൊലിറ്റയ്ക്ക് കൊടുക്കുന്നു. അതായത് ഗീവ് ആൻഡ് ടേക്ക്. ഗ്യാങ് മനസ്സിലായല്ലോ, ഗ്യാങ്. ഈ കിസ് കൊടുക്കുന്ന ആൾക്കാരെല്ലാം ഒരേ ഡയലോഗ് പറയത്തുള്ളൂ കേട്ടോ. സ്മാർട്ട്, എന്താ ബ്യൂട്ടിഫുള്ള്, പെങ്ങൾ കൊച്ച്, ഇപ്പം തന്നെ പെങ്ങൾ കൊച്ച് കാർഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ക്യൂട്ടാണ്, അങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ഇവരുടെ സ്റ്റോക്കാണ് ഇതെല്ലാം സ്റ്റോക്ക് ഡയലോഗ്സ് ആണ്. സ്റ്റോക്ക് വേർഡ്സ് വെച്ചിട്ട് പെരുമാറണം. ഇപ്പോൾ തന്നെ പെങ്ങളൂട്ടി കാർഡ് പുള്ളിക്കാരത്തി ഇറക്കുന്നുണ്ടായിരിക്കും അവിടെ. കാരണം പുള്ളിക്കാരത്തി 19 വയസ്സെന്നല്ലേ പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ പുള്ളിക്കാരത്തി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂട്ട്നെസ് വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ചില അനാവറ മണമുണ്ടല്ലോ ഇതിനകത്ത് വരുന്ന, പിന്നെ വലിയ മനമുള്ള ആൾക്കാരൊന്നുമല്ലല്ലോ. പിന്നെ ഷിജിലാൽ പിയു കൊടുത്തത് ഷിജിനാണ്. ഷിജിന് ഇമോഷണലി വീക്കാണ്. അപ്പം എങ്ങനെയൊക്കെയാലും ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ച് കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അത് വെച്ച് അടിക്കാൻ നോക്കുന്നുണ്ട്. താഷിയും ഇത് സെയിം ഡയലോഗ് പറഞ്ഞാൽ ഇമോഷണലി വീക്കാണെന്ന്, ഷിജിലാലും പറഞ്ഞത് അവൻ ഇമോഷണലി വീക്കാണെന്ന്. അപ്പോൾ ഇവർ ഒന്നിച്ചിരുന്നപ്പം പറഞ്ഞ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചിട്ടായിരിക്കും അവർ സംസാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ നല്ല സ്വഭാവം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൊന്നു ഷിജിലാലെ, അവിടെ പോയിട്ട് ഓടടപ്പിച്ച കേസല്ല ഇവിടെ. നീ ഓടടപ്പിച്ചെന്ന് പറഞ്ഞാൽ നീ വിജയിക്കാനും പോകുന്നില്ല. ഒരു ഉറപ്പിച്ച് ഞാൻ പറയാം, നീ ബിഗ് ബോസ് വന്നാൽ നീ വിജയിക്കത്തില്ല. അടുത്ത ഷാമോനാണ്. ഷാമോൻ കിസ് ഇമോജി കൊടുത്തത് ഷിജിലാലാണ്. ഷിജിലാൽ ഒരു റിയൽ ക്യാരക്ടറാണ്, ആനാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. എനിവേ, അത് ഷാമോൻ്റെ അഭിപ്രായം, എനിക്ക് അതിനോട് അഭിപ്രായമില്ല. അടുത്തത് സോനയ്ക്കാണ് പിയു കൊടുത്തത്. ഡബിൾ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സോനയ്ക്ക് ഒരു നിലപാടും ഇല്ലാത്ത ഒരാളാണ് ഈ സോന. ഈ എന്താ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ തന്നെ കുറച്ച് സൗണ്ട് ഉണ്ടാക്കുക, സംസാരിക്കുക. എന്തിനാണ് സംസാരിക്കുന്ന പോലും പുള്ളിക്കാരത്തി അറിയത്തില്ല. അടുത്തൊരു കാര്യം പറയുക, ആ കാര്യം വിട്ട് ഈ കാര്യത്തെക്കുറിച്ച് കുറേ സൗണ്ട് ഉണ്ടാക്കുക, സംസാരിക്കും. സൗണ്ട് ഉണ്ടാക്കുന്നത് ഓക്കെ ഡേ, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ എന്തിനാണ് സംസാരിക്കുന്നത്? ക്യൂട്ട്നെസ് വിതറിക്കൊണ്ടും അല്ല ചിരിച്ചുകൊണ്ടും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ബിഗ് ബോസിലാകുന്ന നടക്കത്തില്ല. കാരണം നിങ്ങൾ ഈ 10 പേര് 40 പേരെ കണ്ട് അവസാനത്തെ റൗണ്ടിൽ വരുന്ന 5 പേരായിരിക്കത്തില്ല അവിടെ വരുന്ന ആൾക്കാർ. അവർ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ആയിരിക്കും. അവർ ചിലപ്പോൾ നിങ്ങളെക്കാട്ടി ഫാൻ പവർ ഉണ്ടാവും, അല്ലെങ്കിൽ അല്ലാത്ത പവറുകളോ, അല്ലാതെ അത്ലറ്റ്സ് ആവാം, അല്ലാതെ പലരും ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ ക്യൂട്ട്നെസ് അവിടെ ഒന്നും വിതറാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം അങ്ങനെ വിതറാനായിരുന്നെങ്കിൽ കൈയോട്ട അനീഷിൻ്റെ കോപ്രായങ്ങളെല്ലാം വെച്ചിട്ടും നമ്മുടെ എങ്ങനെ അനുമൊക്കെ കപ്പ് കിട്ടി. അപ്പോൾ ക്യൂട്ട്നെസ് മാത്രം പോരാ, PR വർക്കും വേണം. അങ്ങനെ ഷാമോനോടുകൂടി ഈ പ്രകസനം അവിടെ അവസാനിച്ചു. ശേഷം നമുക്ക് കൗണ്ട് എടുക്കാം. കിസ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് 2 പേര് വെച്ച് 4 പേരുണ്ട്. അതിൽ പിന്നെ പ്യൂക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഷിജിനാണ്, 4 എണ്ണം. ഒന്ന് ഷിബിന, ഒന്ന് ലൊലിറ്റ, ഒന്ന് ശ്യാമ, ഒന്ന് ഷിജിലാൽ. ഈ 4 പേർക്കാണ് 2 കിസ് ഇമോജി കിട്ടിയിരിക്കുന്നത്.
അതിനുശേഷമാണ് റെനീഷ പറയുന്നത് അടുത്തൊരു സെഗ്മെന്റ് ടാസ്ക് സ്റ്റാർട്ട് ആകാൻ പോകണം. അപ്പോൾ അതിനകത്ത് ക്യാപ്റ്റന്മാരെ തിരഞ്ഞെടുക്കാൻ ഒന്നിപ്പോൾ ഷിജിൻ കൺഫേം ആയി, 4 കിട്ടി ഫസ്റ്റ് വന്നു. ഇനി ഇതിൽ ഇനി വോട്ടിംഗ് ഇടേണ്ടി വരുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ ഒരു ടാസ്കിൻ്റെ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു മുടഞ്ഞ ടാസ്ക് നടത്തിയത്? വളരെ മോശം. എനിവേ അതും ഒരു എൻ്റർടൈൻമെൻ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കണ്ടിരിക്കാമായിരുന്നു. ഇവർ 4 പേര് വന്നല്ലോ. ഇവർ 4 പേർക്ക് ലൊലിറ്റയാണ് ഏകപക്ഷീയമായി തിരഞ്ഞെടുത്തേക്കുന്നത് ക്യാപ്റ്റനായിട്ട്. ഇവർ 4 പേര് ശ്യാം മാത്രം അധികപ്പറ്റായിട്ട് പുറത്തുനിന്ന് കയറിയ ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത് അവൻ എങ്ങനെയോ കിട്ടിപ്പോയി. അതല്ലാതെ ബാക്കി ഈ ഷെബിന, ലൊലിറ്റ, ശ്യാംലാൽ, ഷിജുലാൽ ഇവർ 3 പേര് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോജീസ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ഒരു അജണ്ടയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അത് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. അങ്ങനെ ലൊലിറ്റ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 ഗ്രൂപ്പുകൾ തിരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് തിരിക്കാൻ പറയുന്നു. ലൊലിറ്റയ്ക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പ് തിരിക്കാൻ പറയുന്നു. ഷിജിന് ഇഷ്ടമുള്ള ഗ്രൂപ്പ് തിരിക്കാൻ പറയുന്നു. ഇവിടെ ഗ്രൂപ്പിസത്തിൻ്റെ പവർ കാണണമെങ്കിൽ ഇവരിപ്പോൾ ഗ്രൂപ്പ് തിരിച്ച് വെച്ചിട്ട് നോക്കിയാൽ മതി. ലൊലിറ്റ വിളിച്ച ആൾക്കാർ ലൊലിറ്റയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, ലൊലിറ്റയ്ക്ക് അനുഭവമായിട്ട് പറഞ്ഞ ആൾക്കാരെ മാത്രമേ ലൊലിറ്റ വിളിച്ചിട്ടുള്ളൂ. രാകേഷ്, ഷിജുലാൽ, സോന, പൂജ, ഇവർ ഇത്രയാണ് ആ ഗ്യാങ് ആണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അതിൽ സോന മാത്രം പുറത്തുനിന്ന് വന്നതാണ്. സോനെ അവർക്ക് ഇഷ്ടമല്ല. സോന എങ്ങനെയോ അകത്ത് കയറി പറ്റി. അപ്പോൾ ലൊലിറ്റയുടെ ടീമിൽ വന്നേക്കുന്ന ഇത്രയും പേരാണ്. ബാക്കിയുള്ളൊരു ഷീജിൻ്റെ ടീമിൽ വന്നിട്ടുണ്ട്. തഷി, ശ്യാം, ഷിജിലാൽ, ഷാമോന്, അഫിയാൻസ്, ഇവർ ഇത്രയും പേരാണ് ഇവിടെ വന്നത്. ഇതിൽ ഈ അഫിയാൻസയും ഷിജിലാലും ഷിജിൻ്റെ ടീമിൽ വരാൻ കാരണം ഷിജിൻ ആദ്യമേ കയറി വിളിച്ചത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ലൊലിറ്റയുടെ ടീമിൽ പോയതായിരുന്നു. അത് അങ്ങനെയാണല്ലോ അവരുടെ ആ ഗ്യാങ് കിടക്കുന്നത്. ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ LED വാളിൽ ഒരു പിക്ചർ കാണിക്കും. കുറച്ച് കളറിങ് ആയിട്ടുള്ള പിക്ചറാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എനിക്ക് തന്നെ ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ തന്നെ പിക്ചർ അവിടെയൊക്കെ നോക്കിയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ പോലും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്ത് ഗ്രൂപ്പിസം കളിച്ചാലും ശരി, അതിനകത്ത് ആൻസർ പറഞ്ഞില്ലേ, അതൊരു ബ്രില്യൻ്റ് തന്നെ കേട്ടോ. അത്രയും പേരെ മെമ്മറി പവർ ഞാൻ സമ്മതിക്കുന്നു. ഒരു രക്ഷയില്ല. അവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തൊക്കെ ഗ്രൂപ്പിസാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര തരം ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായാലും ഇവർ അതായത് ഓരോ ചോദ്യം ചോദിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പൂജയുടെ ചോദിച്ചാണ് അവിടെ അതിനകത്തുണ്ടായിരുന്ന ഒരു കാറിൻ്റെ നമ്പർ എത്ര വന്നു. ഞാൻ ആ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും, അവർക്ക് കാണിക്കുന്നില്ലല്ലോ. ഞാൻ എന്നിട്ടും കിടന്ന് തപ്പുവാണ് ഈ നമ്പർ എവിടെ വന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 2256 അങ്ങനെ എന്തോയിരുന്നു. അത് പൂജ നോട്ടീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആൻസർ പറഞ്ഞു. അവർക്ക് 7 പോയിന്റ് കിട്ടി. ഷിജിൻ്റെ ടീമിന് 2 പോയിന്റ്, ലൊലിറ്റ ടീമിന് 7 പോയിന്റും കിട്ടി. ലൊലിറ്റ ടീം നല്ല ബ്രില്യൻ ടീം കേട്ടോ. പുള്ളിക്കാരത്തി ഉൾപ്പെടെ അവനെ പുള്ളിക്കാരത്തി 18 പഠിക്കുന്ന കൊച്ചാണ്, മെമ്മറി പവറിലായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവരെന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്ക് 1-2 ഉത്തരം മാത്രമേ തെറ്റിട്ടുള്ളൂ. 2 ഉത്തരം തോന്നുന്നു തെറ്റിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും ഒരു ആൻസർ പറഞ്ഞേ. എനിക്ക് ആ ഫോട്ടോ കാണിച്ചിട്ട് തന്നെ ഞാൻ കിടന്ന് തപ്പുവാണ്. ഈ ഫോട്ടോ എവിടെ, ഈ പറഞ്ഞ സാധനം എവിടെയാണ്, ലാഡർ എത്ര ഉണ്ടോ, ഞാൻ ലാഡർ എണ്ണോ ആ ഫോട്ടോക്കകത്ത് TV ഇരുന്നിട്ട് ഈ ലാഡർ എവിടെയാണ്. അത് ആവശ്യം തെറ്റിപ്പോയി. അവർക്ക് 2 പറഞ്ഞ്, ഇപ്പുറത്ത് 3 പറഞ്ഞ്, ശ്യാം 2 പറഞ്ഞ്, ഇപ്പുറത്ത് രാകേഷ് 3 പറഞ്ഞ് അവർ വിജയിച്ചില്ല. അവർക്ക് പോയിന്റ് കിട്ടി. ഇത്രയും തപ്പിയിട്ട് പോലും എനിക്ക് കിട്ടിയില്ല ഉത്തരം. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അവർക്കത് മനസ്സിലായി എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ TV കുറച്ച് സമയം മാത്രമേ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ടായിരിക്കുള്ളൂ, കട്ട് ചെയ്ത് വിടുന്നുണ്ടാവും. പക്ഷേ അവിടെ കുറച്ചധികം നേരം സമയം കൊടുക്കുന്നുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു 1-2 മിനിറ്റ് കൊടുക്കുന്നുണ്ടാവും. നമുക്ക് 2 സെക്കൻഡിനുള്ളിൽ പരിപാടി കാണിച്ചില്ല. അപ്പോൾ നമുക്കത് ഓർമ്മിക്കത്തില്ല. പക്ഷേ നമുക്ക് ആ പിക്ചർ പോപ്പപ്പായിട്ട് ആ സ്ക്രീനിൻ്റെ താഴെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ അങ്ങനെ ആയിരുന്നു സംഭവം. അങ്ങനെ ലൊലിറ്റയുടെ ടീം വിജയിച്ചിട്ടുണ്ട്. ഷിജിൻ്റെ ടീമിൽ ശ്യാം ഒഴികെ ബാക്കി എല്ലാവരും ഔട്ട് ഹൗസിൽ പോകാൻ രഞ്ജിനി ഒറ്റടിക്ക് പറയുകയാണ്. വേറെ ഒന്നുമില്ല, അവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ഇന്ന് എലിമിനേറ്റ് ശ്യാമാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ച്. കാരണം വേറെ ഒരു ക്രൈറ്റീരിയയും നോക്കാതെ ശ്യാമിനെ മാത്രം സേഫാക്കി. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എലിമിനേഷനിൽ ശ്യാം വന്നപ്പം നിന്നെ ഇനി എലിമിനേഷൻ ഇവിടെ കാണാൻ പാടില്ല, വന്നാൽ നിന്നെ പുറത്താക്കും എന്ന് ഈ രഞ്ജിനി ഹരിദാസ് ശ്യാമിന് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ രഞ്ജിനി ഹരിദാസ് ഇന്ന് ശ്യാമിനോട് പറയുന്നത് ശ്യാം മാത്രമേ ആൻസർ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ശ്യാം പുറത്ത് പോകണം, ഔട്ട് ഹൗസിൽ സേഫ് സോണിൽ പോകണം, ബാക്കി എല്ലാവരും ഔട്ട് ഹൗസിൽ പോകണം. അപ്പോൾ ഇത് എന്ത് അജണ്ടയാണ് ഇവർ നടപ്പിലാക്കുന്നത്? നമ്മളത് പൊട്ടന്മാരാക്കുന്നത്. അപ്പോൾ ഇന്നലെ കണ്ട കാര്യങ്ങൾ നമ്മളിന്ന് മറന്നു പോകുന്നതായിരിക്കുന്നത്. നമ്മൾ ഈ പിക്ചർ ഓർത്തിക്കുന്നതല്ല, നമുക്ക് ഇന്നലെ കണ്ട എപ്പിസോഡ് അറ്റ്ലീസ്റ്റ് ഓർമ്മ ഉണ്ടാവും. പിന്നെ 3 ഉത്തരം അവരുടെ ടീമിൽ നിന്ന് പറഞ്ഞ എൽദോയാണ്. എൽദോയുടെ മെമ്മറി പവർ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. നമുക്കുള്ള കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് എൽദോ കണ്ടുപിടിച്ചത്. ആരുടെ കണ്ണാണ് അവിടെ അടഞ്ഞിരുന്നതെന്ന് ഞാൻ അവിടെ കിടന്ന് നോക്കി, ഏത് മൃഗത്തിൻ്റെ കണ്ണാണ് അവിടെ അടഞ്ഞിരുന്നതെന്ന്. എൽദോ വന്നിട്ട് പറഞ്ഞത് അത് സിംഹത്തിൻ്റെ ആണെന്ന്. അവിടെ അത് പറഞ്ഞതിന് ശേഷം നോക്കിയിട്ട് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നുള്ളതാണ്. അത് സമ്മതിച്ചു കേട്ടോ. എനിക്കൊന്നും അവർക്ക് കൂടുതൽ ടൈം കിട്ടിയിട്ടുണ്ട്, അതാണ് അവർക്ക് ഇത്ര പെർഫോം ചെയ്യാൻ പറ്റിയത്. പക്ഷേ ടൈം കിട്ടിയാലും അവരുടെ മെമ്മറി പവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എൽദോയാണ് ഏറ്റവും കൂടുതൽ 3 ആൻസർ ആ ടീമിൽ പറഞ്ഞ 7 3 ആൻസറും പറഞ്ഞത് എൽദോ ആയതുകൊണ്ട് എൽദോയ്ക്ക് ഇന്ന് ഇൻഫിനിറ്റി പെൻഡൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൽദോയ്ക്ക് ഇൻഫിനിറ്റി പെൻഡൻ്റെ ഒരു പവർ എന്ന രീതിയിൽ എൽദോയ്ക്ക് കൊടുത്ത ഒരു പവറാണ്. നിനക്ക് ഇന്ന് ഇതുവരെ സംസാരിക്കാൻ സമയം തന്നിട്ടില്ലല്ലോ, ഇന്ന് കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എൽദോനെ ഒരു ബോർഡിൻ്റെ മണ്ടയ്ക്ക് നിർത്തും സംസാരിക്കാൻ പറയുന്നു. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പറയുന്നു. എൽദോ എന്തൊക്കെയോ സംസാരിക്കുന്നു, എൽദോയെക്കുറിച്ച് സംസാരിച്ചു. എന്തൊക്കെയോ സംസാരിച്ച് പുള്ളിക്കാരൻ എവിടേക്ക് പോയതിന് മുന്നേ ബസ്സടിച്ചു. ഇതിനെക്കാട്ടി സമയം അല്ലാതെ കിട്ടുന്നുണ്ട് എൽദോയ്ക്ക്. പിന്നെ ഇതിൻ്റെ പേരിൽ സമയം കൊടുത്ത് പറഞ്ഞിട്ട് എൽദോനെ പറ്റിച്ച് ഇൻഫിനിറ്റി പെൻഡനും കൊടുത്ത് തിരിച്ചും മേടിച്ച് പൊട്ടനും പോയി ബോട്ടും പോയി ഹൈലസ് എന്ന് പറഞ്ഞാണ് ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ അവസ്ഥ. ഇനി എലിമിനേഷൻ ഡ്രാമയുടെ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഡ്രാമ ഉണ്ട്. അപ്പം നേരത്തെ കളിയിൽ തോറ്റ ആൾക്കാരെല്ലാം വന്നിട്ടില്ല, അവരെ വിളിച്ച് വരുത്തുന്നുണ്ട്. അതിൽ
ഷിജുലാല്, ഷാമോന, തശി, ഷിജിന, അഫിയാൻസ ഇവരിത്രയും പേരാണ് ഇന്ന് എലിമിനേഷൻ വന്നേക്കുന്നത്. ഇതിൽ എന്ത് വന്നാലും ഇന്ന് അഫിയാൻസയും തശിയും ഷാമോനും ഷിജുലാലും ഔട്ട് ആകത്തില്ല. പോവുകയാണെങ്കിൽ തന്നെ ഷിജിനെ പോകത്തില്ലെന്നാണ് നമ്മൾ ധരിക്കുന്നത്. കാരണം അത് അവരുടെ ഏഷ്യാൻ്റെ ഇത്രയും നാളത്തെ എപ്പിസോഡിലുള്ള ഫേവറിസം കാണുമ്പോൾ നമുക്കത് ഊഹിക്കുന്ന കാര്യമുള്ളൂ. പക്ഷേ നോക്കാം നമുക്ക്. ആ തശിയോട് അഖിൽ മലയാളം കുറച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ട് അവിടെ നിൽക്കുന്ന വീട്ടിലൊക്കെ പോകേണ്ട ആൾക്കാരെ കാണേണ്ട ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ പറഞ്ഞു ഞാൻ ഡിസിഷൻ എടുക്കാൻ പോവാണ്. എൻ്റെ ഡിസിഷൻ ഇതാണ്, തശി യു ആർ സേവ്ഡ്. അഫിയാൻസയുടെ ചങ്ക് പറഞ്ഞു പോയി. അഫിയാൻസ് ദൈവമേ ഇത്രയും പൈസ കൊടുത്ത് ഇത്രയും ആൾക്കാരെ വന്ന് എങ്ങനെയൊക്കെയോ ഇവിടെയൊക്കെ എത്തിപ്പെട്ട് എന്നെ പറഞ്ഞു വിടുവോ എൻ്റെ പൊന്നു മൈജിയെ, ഞാൻ മൈജിയുടെ പുത്രിയല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇതെൻ്റെ മാത്രം തോന്നലാണേ, വേറെ ആരും തെറ്റെടുക്കല്ലേ. എന്നിട്ട് അതിനുശേഷം ബാക്കിയുള്ള മൂന്ന് പേരെടുത്തും സേവ് എന്ന് പറയുന്നു. ശേഷം വന്നത് ഷിജിൻ മാത്രമാണ്. ഷിജിനെയും കുറച്ച് നേരം അവിടെ നിർത്തി ഗ്രേ സ്ക്രീനിലൊക്കെ കാണിച്ച് നമ്മളെ കുറച്ച് ഇതാക്കി കഴിഞ്ഞിട്ടാണ് ഷിജിനോട് പറയുന്നത് യു ആർ സേവ്ഡ്, ഇന്ന് എലിമിനേഷൻ ഇല്ലെന്ന്. അങ്ങനെ എല്ലാവരുടെയും ചങ്ക് കത്തി. നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും ഇന്നും പുറത്തു പോയില്ല. ഷിജിനെ വേണമെങ്കിൽ ഇന്ന് കളയാമായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞല്ലോ ഇവരിനി പുറത്ത് പോകുന്നത് വോട്ടിങ്ങിൻ്റെ ബേസിലാണെന്നല്ലേ. ഇനി ബാക്കി 12 പേരല്ലേ ഉള്ളു. അപ്പോൾ ഈ 12 പേരിൽ ഇന്ന് എടുത്ത് കളഞ്ഞാൽ വീണ്ടും കുറഞ്ഞു വരത്തില്ലേ. അപ്പം മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ ഒരാളെ കളയുമായിരിക്കും വോട്ടിങ്ങിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനി പതുക്കെ ഈ ആഴ്ചയും കൂടെ ഓടിക്കും. കാരണം സെപ്റ്റംബർ 6-ാം തീയതിയാണ് ബിഗ് ബോസ് സ്റ്റാർട്ടാന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊമോ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പ്രൊമോ അടിപൊളിയുടെ ഒന്നും പറയില്ല കേട്ടോ, കിടുക്കാച്ചി പ്രൊമോ, നല്ല സ്ക്രിപ്റ്റ്, നല്ല അടിപൊളി. ലാലേട്ടൻ്റെ സീനെ എപ്പോൾ വന്നാലും നമുക്ക് ഗൂസ് ബംപ് ആണല്ലോ. അടിപൊളിയായിരുന്നു. നമ്മുടെ കുഞ്ചനൊക്കെ ഉണ്ടായിരുന്നു, സായിയൊക്കെ കൊണ്ടുവന്ന ക്ലൈമാക്സിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ അത് ടി വിയിൽ എപ്പോഴും കാണുമ്പോൾ അത് മനസ്സിലാകത്തുള്ളൂ. അത് കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് 3-4 മിനിറ്റോളമുള്ള പ്രൊമോ ആണ്. നല്ല പ്രൊമോ ആയിരുന്നു. ജീനിൻ്റെ ഇൻട്രോയെ കാണിച്ചത്, ജീൻ വരുന്നത് മോഹൻലാൽ എതിർക്കുന്ന മോഹൻലാൽ ചതിയിലൂടെ, അതായത് അതിനകത്തുള്ള ചാണക്യതന്ത്രങ്ങളില്ലേ, ആ ചാണക്യതന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചതിയിലൂടെ വിജയിക്കുന്നതും അല്ലാത്തതും, ക്രോധം, ഭേദം, ദാനം, എല്ലാത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനെക്കുറിച്ച് അതിനെ ചാണക്യതന്ത്രത്തെ വെച്ചിട്ട് ഒരു പ്രൊമോ, നല്ല പ്രൊമോ ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 6 ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. അതിന് മുന്നേ ഈ ഉള്ള കുറച്ച് ആൾക്കാരെ എല്ലായിടത്തും ഒരു കളയും. ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനിയും കളിക്കുന്ന ആൾക്കാരെ ഒരു കളയും. ഇവർക്ക് വേണ്ടുന്ന 2-3 പേരകത്ത് നിൽപ്പുണ്ട്. അവരെ മാത്രമേ അകത്ത് കയറ്റി വിടും. പിന്നെ നമുക്ക് ശേഷം കാണാം. അങ്ങനെ അവരെ മാത്രം കയറ്റി വിടാൻ നിങ്ങൾ ഒരിക്കലും, ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ അർഹതപ്പെടാത്ത ഒരാളെ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യരുത്. അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് ചെയ്യുക. എന്നിട്ട് അവരെ വിജയിപ്പിക്കുക, കപ്പ് കൊടുപ്പിക്കുക. ഇതിനിടയ്ക്ക് PR വർക്ക് വേറെ ഉണ്ടാവും വലിയ. ബൈ ബൈ.